ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാൻ. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ എടുപ്പ് സെറ്റപ്പിന് ഒരു വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഓഫീസിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഹാപ്പി ഈദ് മുബാറക് ഗൈസ്. അപ്പം ഇന്ന് ഇതാണ് എനിക്ക് ഇറ്റ്സ് എ വർക്കിംഗ് ഡേ. അപ്പം ഞാൻ കരുതി ഓഫീസിൽ നിന്നിപ്പം പേഷ്യൻസിന് അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസിന് സിനിമ ഇട്ട് കൊടുത്തു. ഇതൊക്കെ ആയതുകൊണ്ട് സെഷൻ വേണ്ട പറഞ്ഞു. അപ്പം ഐ ഹാവ് ടൈം. അപ്പം ഞാൻ കരുതി ഇവിടെ ഇരുന്നൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ടോപ്പിക്ക് ചെയ്യുന്നത്. 2-3 ദിവസം കുറച്ച് വർക്കിലും പിന്നെ എൻ്റെതായ ചില പേഴ്സണൽ കാര്യത്തിൽ ഭയങ്കര എൻഗേജ്ഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. സോ ഞാൻ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. ഇന്നത്തെ വിഷയം ഷാജിദ ഷാജിയാണ്. അപ്പോൾ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി ആളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. അതിലാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ആളുടെ പേരിൽ വേണ്ടാത്ത രീതിയിലുള്ള മോശമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ആളെക്കുറിച്ചും ആളുടെ മക്കളെക്കുറിച്ചും വളരെ മോശമായിട്ട് പറയുന്നു. സോ അവർക്കെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. 30ഓളം യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഷാജിദ ഷാജീനെയോ അല്ലെങ്കിൽ ഷാജിദ ഷാജിയുടെ മക്കളെയോ മോശമായി പറയുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പേജിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ വന്ന് സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ തെറിവിളി, ഉമ്മാൻ്റെ വീഡിയോകൾ ഇടൽ എന്നീ തരത്തിലുള്ള കാര്യങ്ങൾ. സോ പബ്ലിക്കായി ഇടുന്ന ഒരു സാധനം റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ അത് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇപ്പോൾ 30 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എതിരെ പ്രശ്നം വരും അല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെ നേരെ ഇപ്പോൾ കറൻലി ഒരു കേസ് വന്നിരിക്കുകയാണ്. അപ്പം അത് ഒരു സോഷ്യൽ സർവീസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സാമൂഹിക ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഇത് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിലവർ കൺവേ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി ആളുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത്. കുട്ടികളെ ഭാവിയിൽ ഗുണ്ടയാക്കും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം 5 ആൺകുട്ടികളാണ്, അവരെ വളർന്നു വന്നിട്ട് ബാക്കി നിങ്ങളോട് പകരം വീട്ടിക്കോളാം എന്ന രീതിയിൽ ഡയലോഗ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ വളരെ വോയിസ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ വോയിസ് എന്തൊക്കെയാണെന്ന് കേൾക്കാം. ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. ഇതിലിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ 3 കാര്യങ്ങളാണ്. അതിൽ 3ാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ ബാൻ ചെയ്യും എന്നുള്ള അതെനിക്ക് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം യൂട്യൂബുകാർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഇന്ന് ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാജിദ ഷാജി മാത്രമല്ല, എത്രയോ ഇങ്ങനെ ലൈവിൽ വരുന്നു, തെറി വിളിക്കുന്നു, വേണ്ടാത്ത വീഡിയോസ് എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് അവനവൻ്റെ ബോഡി എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ അതെത്ര ചാനൽ ഇപ്പോൾ ബാനായി പോയി എന്നുള്ള കാര്യമൊന്നും എനിക്ക് ബേസിക്കലി അറിയില്ല. അപ്പോൾ അതെത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷേ ഇത് വളരെയധികം ഒഫെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഷാജിദ ഷാജീൻ്റെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആൾ കൂടുതൽ ലൈവ് ഇടുന്ന ഒരു നൈറ്റ് ടൈമിലാണ്. കുട്ടികളൊക്കെ ചുറ്റും റൗണ്ട് ഉണ്ടാവും. ആ ലൈവിൽ വെച്ചിട്ടാണ് ഇവർ അസഭ്യമായ രീതിയിലുള്ള തെറി വാക്കുകൾ പറയുന്നത്, ഭീഷണികൾ പറയുന്നത്, കാണിച്ചു തരാമെന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ആളുടെ കുറേ പാസ്റ്റിലോട്ടുള്ള സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സൂയിസൈഡൽ ടെൻഡൻസീസ്, ഈ സാധനങ്ങളൊക്കെ ഈ പുള്ളിക്കാരിയുടെ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ ഇത് കണ്ട് വളരുന്ന കുട്ടിക്ക് ഈ ഒരു ടെൻഡൻസീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ പറയില്ലേ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. അപ്പോൾ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ ഓഫ് ഷാജിദ ഷാജി റോങ് ആണ് എന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ കുട്ടികൾ ഈ ഒരു ലേഡീൻ്റെ അടുത്ത് വളർന്നു വരികയാണെങ്കിൽ ഇന്ന സ്വഭാവ ദൂഷ്യങ്ങൾ ആ കുട്ടിയിലോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലൊക്കെ കേസോ കാര്യങ്ങളോ ഫോർവേഡ് ചെയ്യാൻ പറ്റും.
എത്രത്തോളം ഇതാണ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഷാജിദ ഷാജി എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ കാണുന്ന ഷാജിദ ഷാജീൻ്റെ സപ്പോർട്ടേഴ്സിനടുത്തും പറയാനുള്ളത്, നിങ്ങളൊന്ന് ആലോചിക്കൂ, നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ മുമ്പിൽ വെച്ചിട്ട് ഇത്ര മോശമായ രീതിയിൽ വാക്കുകളും ഇത്ര വൾഗറായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുമോ? അത് കാണുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് എന്ത് മെസ്സേജാണ് കിട്ടുക? എൻ്റെ ഒരു അഭിപ്രായം, ഇതിനെ ഇപ്പോൾ തള്ള വൈബ് എന്ന് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. മര്യാദയ്ക്കുള്ളൊരു പാരൻറ്റിങ് കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ഒരുപാട് രീതിയിൽ, കാരണം ഇനി അങ്ങോട്ടുള്ള തലമുറയിൽ പല കാര്യങ്ങളല്ല, ലഹരി വസ്തു, അടി, തല്ല്, കുത്ത്, കൂവിയ, കൊല്ലുക, പ്ലാൻ ചെയ്യുക, ഈ ഒരു ലോകത്താണ്. അപ്പം ഈ ഒരു ലോകത്ത് ഇങ്ങനെയൊക്കെ രീതിയിൽ ഒരു ഉമ്മ ലൈവിൽ വന്നിട്ട് എൻ്റെ 5 മക്കളെ ഞാൻ ഈ ലെവലിലാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി റോങ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900-ഉം 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാൻ. ഈ ഒരു വിഷയം ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തതാണ്. ഷാജിദ ഷാജി ആദ്യം വേറൊരു പേരിലായിരുന്നു ഈ ക്രീം വിറ്റത്. ഇപ്പം ഷാജീസ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഈ ക്രീം വിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് റിയാക്ട് ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന ഏറ്റവും കൂടുതൽ വലിയ കമൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇയാൾ ക്രീം ഇടുന്നില്ലേ, ഇയാൾ ലിപ്സ്റ്റിക് ഇടുന്നില്ലേ, അതിലൊക്കെ ഈ മെർക്കുറി ഇല്ലേ, ഇതിൽ കെമിക്കലില്ലേ. ഞാനില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞില്ലാന്ന്? ലിപ്സ്റ്റിക് ഏതാണെങ്കിലും അതിലുണ്ട്. ഇന്ന് മായല്ലാത്ത എന്ത് സാധനം ഈ ലോകത്തുള്ളത്? പക്ഷേ അതിനൊക്കെ ഒരു ഒതൻറ്റിസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഇനി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് സർട്ടിഫിക്കേഷൻ, എവിടെ, എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇതൊന്നുമില്ലാണ്ട് വിൽക്കുന്ന ഈ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഈ കുറ്റം പറയുന്നത്. അല്ലാണ്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അമൃതിൽ ഉണ്ടാക്കിയതാണെന്നുള്ളൊരു ഒപ്പീനിയൻ അല്ല നമുക്കുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, വൈറ്റനിങ് ക്രീമിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഞാൻ വൈറ്റനിങ് ക്രീംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾ മാർക്സോ, പിമ്പിൾസോ, ബ്രേക്ക് ഔട്ട്സോ, ഓയിൽനെസ്സോ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്യുക എന്നല്ലാണ്ട് വൈറ്റനിങ് ക്രീംസ് അല്ല. കാരണം ഒരു കളറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പോൾ കറുത്തിട്ടുള്ള ആൾക്കാരോ ഇരുനിറമുള്ള ആൾക്കാരോ അപ്പം അവരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാണ്, വെള്ളയാണ് എന്തോ അടിപൊളി, വെളുത്ത് നിൽക്കുന്നതാണ് സൂപ്പർ എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഈ കുട്ടികൾ തൊട്ടിട്ട് മുതിർന്ന ആൾക്കാർ വരെ ഇത് വാങ്ങാനും ഇത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരുന്നത്. അത് ഒരുപാട് ഹാംഫുൾ ആണ്, അവരുടെ ആരോഗ്യത്തെ ബാധിക്കുമെങ്കിൽ അവിടെ എവിടെയാണ് സേഫ്റ്റി ഉള്ളത്, അവിടെ എവിടെയാണ് സെക്യൂരിറ്റി ഉള്ളത്, ആരോടാ പോയി ചോദിക്കാൻ പറ്റുക? ഇല്ലീഗലായിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്നത് ആരാണെങ്കിലും, ഈവൻ ഷാജിദ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിനെ മാത്രമല്ല പറയുന്നത്, ആരാണെങ്കിലും അവരെ പിടിക്കുകയും ചെയ്യണം, പണിഷും ചെയ്യണം. 100 to 100%. ഇപ്പോൾ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതമാർഗത്തെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് അല്ല, 3-4 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളൊരു യൂട്യൂബറാണ്. എത്ര ഏണിങ് കിട്ടും എന്നുള്ളത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇപ്പോഴത്തെ ഒരു യൂട്യൂബർ എന്ന നിലയിൽ. ആൻഡ് ആൾക്ക് ക്ലോത്തിങ് പേജ് ഉണ്ട്. ഇതിനൊന്നും ആരും കുറ്റം പറയുന്നില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. അതിന് ശക്തമായ നടപടി തന്നെ വേണ്ടിവരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളാരാണ്. ആമ്പിള്ളാരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് സോഷ്യൽ, അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യത. സമ്മതിക്കുന്നു. നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ വന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അപ്പം അതിനെല്ലാവരും പറയാം, നിനക്കൊന്നും വേറെ പണിയില്ല, നിനക്കൊന്നും വേറെ ജോലിയില്ല. പണിയുണ്ട് കേട്ടോ, ജോലി ഉണ്ട്. സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ക്ലോക്കിൻ്റെ അടിയിലുള്ള എൻ്റെ എപ്പുറത്തുള്ള എന്ന് വെച്ചാൽ അതാണോ അല്ല, അതിൻ്റെ 3ാമതൊരു പേപ്പർ കാണാം. അതിൽ എൻ്റെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അമിയ ദാസ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആൻഡ് കൗൺസിലർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിനക്കൊരു പണിയില്ല, നീ വെറുതെ ഇരുന്നിട്ട് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്, വല്ല പണിയും ചെയ്തുകൂടെ, ഇതൊക്കെ ഞങ്ങൾ കണ്ടതാന്ന് പറയും. ഇതും ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. ഇങ്ങനത്തെ ക്രീം ഉപയോഗിക്കരുത്, ഉപയോഗിച്ചാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ഈ രീതിയിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ എന്ത് വിലയാ തരുന്നത്, ഇതൊക്കെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലീഗലി പോകുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം
ഇത് നിങ്ങൾ ഈ അന്തം ഫാൻസ് എന്ന് ഞാൻ പറയുന്ന ടീമില്ലേ, ഈ പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഫാൻസൊക്കെയാണ്. തെറ്റ് ചെയ്താൽ തെറ്റ് എന്ന് പറയണം. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരും എൻ്റെ എല്ലാ തെറ്റിലും മോശത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എൻ്റെ അച്ഛനും അമ്മയായിരിക്കും എന്ന് കരുതി എൻ്റെ ഒരു തെറ്റ് അവർ നോട്ട് ചെയ്യുന്നതിനർത്ഥം അവർക്ക് എന്നോട് വെറുപ്പ് എന്നല്ല, ഞാൻ നന്നാവണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ആൾക്കാർ പല കാര്യങ്ങളും പറയുന്നത് ഒരിക്കലും അവരെ അങ്ങ് മോശം ആക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ മോശമാണ്. ഇപ്പം ഇതിപ്പം ഒരു കേസായി ഫ്രണ്ടോട് പോയിട്ടുണ്ടെങ്കിൽ ഷാജിൻ്റെ ലൈഫിനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുക, ആ കുട്ടികളെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത ആഹാ, വേറെ ആരെയും ചെയ്താൽ ഓഹോ. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ് വിവരമില്ലായ്മയാണോ എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതുണ്ട്. ഈ വെറും ഒരു വർത്താനമാവല്ലേ, ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ഒക്കെ ഒഴിവാക്കണം. പിന്നെ ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് വളരെയധികം നമ്മൾ പോയിന്റ് ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 100 ആളുണ്ട്. ചിലപ്പോൾ അതിലൊരു 25 ആൾ ഷാജി എന്ന് പറയുന്ന വ്യക്തിനെ ചീത്ത പറയുന്നുണ്ടാവും. ഒരു 10 ആൾ വെറുതെ കേട്ട് നിൽക്കുന്നുണ്ടാവും. ബാക്കി കുറച്ച് ആൾക്കാർ ഈ ലൈവുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. ഇത് കാണുന്ന ഏതെങ്കിലും ഇപ്പോൾ തെറി അറിയാത്ത ഒരാൾക്ക് തെറി പഠിക്കണമെങ്കിൽ ആ ലൈവിൽ കയറാം. എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നറിയണമെങ്കിൽ ലൈവ് കയറാം. അപ്പോൾ നമ്മളിങ്ങനത്തെ ചില ബാഡ് വേർഡ്സ് നമ്മളിങ്ങനെ കേട്ട് മൈൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ഈ വാക്ക് നമ്മുടെ വായെന്ന് എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. ഇതൊക്കെയാണ് സംഭവിക്കുക. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വിചാരം ഇതെന്തോ ഒരു രസമാണ്, ചിരിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് റിയൽ സപ്പോർട്ടേഴ്സാണ് എന്ന്? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിന്നുള്ള റിയൽ സപ്പോർട്ടേഴ്സാണ്. എന്ന് നിങ്ങൾ പ്ലേറ്റ് മറിച്ചോ, എന്ന് നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആറ്റിറ്റ്യൂഡിലും ഡിഫറൻസ് വന്നോ, അപ്പോഴാണ് അതാ ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്ന്. എന്നെ ഞെട്ടിപ്പിച്ച രീതിയിലുള്ള റിയാക്ഷൻസാണ് ഞാൻ കൂടുതൽ തലങ്ങളിലും കേട്ടിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ വന്നിട്ട് എന്നെ ചിലപ്പോൾ കുറേ ചീത്ത പറയാം, അല്ലെങ്കിൽ എന്തു ചെയ്യാം. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കോമൺ സെൻസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? എപ്പോഴും അന്നും ഇന്നും എനിക്ക് ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും. ഭർത്താവില്ലാണ്ട് 5 കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാൻ നിങ്ങൾ എടുക്കുന്ന എഫോർട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് ഈ വഴി ഉപയോഗിക്കരുത്. വേറെ എത്രയോ നല്ല വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ ചാനൽ വെറും ഡെയിലി വ്ളോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ കറക്കോ നിങ്ങളുടെ ട്രിപ്പോ ട്രാവലോ അല്ലെങ്കിൽ നിങ്ങളെ ഈ ഡ്രസ്സിൻ്റെ ഇതൊട്ടോ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. സോ ഇത് ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. ഞാൻ ഐ ജസ്റ്റ് വോണ്ട് ടു ഈ വിഷയത്തെക്കുറിച്ചിട്ട് എനിക്ക് പറയണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളും എന്ന് എനിക്കല്ല, ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്നിട്ട് ഇനി അങ്ങോട്ടുള്ള ഭാവി ജീവിതത്തിലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നിങ്ങൾ 5 മക്കളും നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സുമായിട്ടുള്ള നല്ലൊരു ജീവിതത്തിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, അടുത്ത വീഡിയോയ്ക്ക് കൂടെ നിൽക്കുക. ബൈ.